ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ കിരണിന്റെ അമ്മയുടെ ഫോട്ടോയിലെ ആ കയ്യിലുള്ള മോതിരത്തിന്റെ ഉടമയെ ഞാൻ കണ്ടെത്തുമെന്ന്. ആ മോതിരം ഇട്ടാളെ ഞാൻ കണ്ടു. ആരാത്? പൂർണിമ ചേച്ചിയുടെ ചെറിയച്ഛൻ, അഷിത വിവാഹം കഴിക്കാൻ പോകുന്ന ആളിന്റെ അച്ഛൻ. ഇതാ ഗിഫ്റ്റ്. അച്ഛന്റെ കയ്യിൽ കൊടുത്തേക്ക്. ഇതാ. ഇതാണല്ലേ ആള്? അത് അതെ. എന്താ പേര്? കിരൺ. ഓ, എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഒരുമിച്ചാ വർക്ക് ചെയ്യുന്നേ സ്കൂളില്. അതുകൊള്ള. അപ്പൊ ഒരുമിച്ചാണ് ജോലിയല്ലേ? ഹായ് ധുനിമോളെ. നല്ല സെലക്ഷൻ ദുർഗ. മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിൾസ് ആണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എന്തൊക്കെയാ നാത്തൂന് ഇവിടെ നടക്കുന്നത്? എനിക്കറിയില്ല. നമ്മളൊന്നും മിണ്ടാതിരിക്കുന്നേ ഇപ്പൊ നല്ലത്. എങ്ങനെയെങ്കിലും ചടങ്ങ് നടക്കട്ടെ. അതാ നല്ലത്. ഞാൻ പൃഥ്വിക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിരുന്നു, അത് എടുക്കാൻ പോയതാണ് കിരൺ. കൊള്ളാം. എന്താ? എന്ത് പറ്റി? ഇത് പറന്നു പോയതാ, ഗിഫ്റ്റ് വാങ്ങിയതിന്റെ ബില്ല. അത് കളഞ്ഞേക്കേ. പൃഥ്വി എവിടെ? അവൻ കൂട്ടുകാർക്കൊപ്പം പുറത്തുണ്ട്. ഈ ഫോട്ടോയിൽ കിരണിന്റെ അമ്മയ്ക്കൊപ്പം ഒരാണും കൂടി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കിരണിന്റെ അച്ഛനായിക്കൂടെ? മുത്തശ്ശി, ഞാൻ അമ്പലത്തിന്റെ അടുത്തെത്തി. അതെ അതെ, ഓക്കെ അല്ലേ? ആരെടുത്താ ഓക്കെ പറയുന്നേ? അയ്യോ, ഞാൻ നിന്റെ അടുത്തല്ല, ഓട്ടോ ഡ്രൈവർ അടുത്താണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ശരി. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു കേസിന്റെ കാര്യം നോക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവരെ കൂടെ പോവായിരുന്നത്. എടി സത്യോടി, എന്റെ പൊന്നു സിന്ധു, നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ. എടി ഞാൻ എങ്ങനെ വരാനാ? ലീവ് കിട്ടണ്ടേ? ലീവല്ലേ? അയ്യോ, ഇന്ന് ലീവൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വന്നതാണ്. പറയണ്ട. പിന്നെ ഒരു കാര്യം ചെയ്യടി, നീ ഇങ്ങോട്ട് നിക്കേ, എന്റെ കൂടെ നിക്കേ. ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല. അയ്യോ, ഞാൻ ദേഷ്യപ്പെട്ടതല്ല, പറഞ്ഞു പോയതാണ്. നിനക്ക് അതിനും വയ്യ, പിന്നെ എന്ത് ചെയ്യാനാ? ജോലി ചെയ്യണ്ടേ? നിങ്ങൾ അവിടെ ജോലിയും ചെയ്തിരുന്നോ? നീ ഒരു കാര്യം ചെയ്യ്, ഈ സംസാരം നമുക്കൂടെ നിർത്താം. ഞാൻ ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കാൻ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്നു. ഒരു കാലത്തും നന്നാവത്തില്ല. എന്ത് വേണമെങ്കിലും ചെയ്തോ. ശരി 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 ശരി, പറ, ഞാൻ കേക്കാം. ഞാൻ കേട്ടാ പോരെ? ഓക്കെ. എന്റെ ദേവി, എന്നെ ഒന്ന് രക്ഷിക്ക്. ഹലോ ഈശ്വരാ, നിങ്ങളിത് എവിടെ പോയി? അയ്യോ, കേക്കാ. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കായിരുന്നു. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. പറഞ്ഞോ. അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്നും ഒരിക്കലും നിങ്ങൾ കേൾക്കാറില്ലല്ലോ. അത് തന്നെ, അതുപോലെ തന്നെ. ഓ, ഞാനൊന്ന് അകത്തോട്ട് കയറിക്കോട്ടാ.
എടി സിന്ധു, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നടി, നീ ഒന്ന് വൈ. ശരി ശരി. കിരൺ, വാ കിരൺ. പറ ദുർഗെ, എന്താ കാര്യം? ഞാൻ കുറെ ദിവസങ്ങളായി തേടി നടന്ന ഒന്ന് ഇന്ന് എന്റെ കണ്ണിലും ദേവി കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ കിരണിന്റെ അമ്മയുടെ ഫോട്ടോയിലെ ആ കയ്യിലുള്ള മോതിരത്തിന്റെ ഉടമയെ ഞാൻ കണ്ടെത്തുമെന്ന്. ആ ആ മോതിരം ഇട്ടാളെ ഞാൻ കണ്ടു. ആരാത്? പൂർണിമ ചേച്ചിയുടെ ചെറിയച്ഛൻ, അഷിത വിവാഹം കഴിക്കാൻ പോകുന്ന ആളിന്റെ അച്ഛൻ. എന്താ കിരൺ ചിരിക്കുന്നേ? താൻ എന്തായി പറഞ്ഞു വരുന്നേ? ആ മനുഷ്യൻ എന്റെ അച്ഛനാണെന്നോ? നമ്മൾ അന്വേഷിച്ച മോതിരം അദ്ദേഹത്തിന്റെ വിരലിലുണ്ട്. അതുകൊണ്ട് അതുകൊണ്ടിപ്പോ എന്താ? ഒരുപോലെയുള്ള എത്ര മോതിരങ്ങൾ ഉണ്ടാവും? ഒരു ഡിസൈൻ ഇറങ്ങിയ അതുപോലത്തെ തന്നെ എത്ര കോപ്പികൾ മാർക്കറ്റിൽ വരും? അപ്പോ ഇത്രയും വർഷം മുൻപുള്ള ഒരു മോതിരത്തിന്റെ പടം വെച്ച് നമ്മൾ ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് തന്നെ മണ്ടത്തരല്ലേ? കിരൺ, അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഒരാൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ആ മോതിരമെങ്കിൽ അത് ഇന്നും അയാളുടെ വിരളിൽ തന്നെ ഉണ്ടാവും. അത് കസ്റ്റം മെയ്ഡ് ആണെങ്കിൽ മറ്റാർക്കും അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെ നമുക്ക് തർക്കിക്കാൻ വേണ്ടി പറയാവുന്നേ ഉള്ളൂ. അയാൾ ഒരിക്കലും എന്റെ അച്ഛനാണെന്ന് എനിക്ക് തോന്നുന്നേയില്ല. താൻ ഈ മോതിരത്തിന്റെ പുറകെ നടന്ന് സമയം കളയാതെ ചടങ്ങുകളുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേ. അങ്ങനെയല്ല, നമുക്ക് കാര്യങ്ങളൊന്ന് തിരക്കി നോക്കാലോ. വേണ്ട, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ്. തനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തൽക്കാലം താനത് ഭംഗിയായി ചെയ്യ, ബാക്കിയെല്ലാം മറന്നേക്ക്. കിരൺ,